To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു മെഡിക്കൽ ആപ്ലിക്കേഷനായ ജീൻ തെറാപ്പിയെക്കുറിച്ചാണ്. നമ്മളൊക്കെ ജനിതക ഡിസീസസ് അഥവാ ജനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ പല ചാപ്റ്റേഴ്സിലും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമാണ് അല്ലേ. സാധാരണ ഇൻഫെക്ഷ്യസ് രോഗങ്ങളെ പോലെ നമുക്ക് പെട്ടെന്ന് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റുന്നതല്ല. കാരണം എന്താണ്? ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ DNA-യിലാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകളിൽ ചില ജീൻസ് ഫങ്ഷൻ ചെയ്യാതിരിക്കുകയാകാം, അല്ലെങ്കിൽ അത് ആബ്സെൻ്റ് ആകാം. അപ്പോൾ ആ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം അഥവാ പ്രോട്ടീൻസ് ഒന്നും ആ ശരീരത്തിൽ ഉണ്ടാകില്ല. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് പെട്ടെന്നൊന്നും ക്യൂർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് DNA ആണ് റിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടെക്നോളജി വന്നത് എപ്പോഴാണ്? നമ്മുടെ ബയോടെക്നോളജിയുടെ വരവോടുകൂടിയാണ് അല്ലേ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ബയോടെക്നോളജി എന്ന് പറയുമ്പോഴേക്കും മാനിപ്പുലേറ്റ് ചെയ്ത ജീനിനെ മൈക്രോബ്സിൽ കൊടുത്ത് നമ്മൾ RDNA ടെക്നോളജിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മളതിൻ്റെ വേറെ വേറെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നതാണ് നമ്മുടെ ജീൻ തെറപ്പി. ഈ ജീൻ തെറപ്പി എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു ചികിത്സാ രീതിയാണ് അല്ലേ. ഇതൊരു കളക്ഷൻ ഓഫ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കറക്റ്റിംഗ് ദ ഡിഫക്റ്റീവ് ജീൻ സോ ദാറ്റ് ജീൻ വിൽ ബിക്കം ഫങ്ഷണൽ. അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ജീൻ കറക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവ് മെത്തേഡ്, പലതരത്തിലുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ചിൽഡ്രൻ ഓർ എംബ്രിയോ, അതായത് കുട്ടികളിലോ അല്ലെങ്കിൽ എംബ്രിയോ സ്റ്റേജിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ്. അപ്പോൾ ഈ ജനിതക തകരാറുകളെ നമുക്കിങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ഹിസ്റ്ററി ആയിട്ട് മാറാം. അത് നമുക്ക് വളരെ ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ബയോടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു സാധ്യതയാണ് അതിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീൻ തെറാപ്പി ഒരു ഡിസീസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയിൽ നടത്തിയത് ADA ഡെഫിഷ്യൻസിക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്. ADA എന്ന് പറയുന്നത് അഡിനോസിൻ ഡി അമിനേസ് എന്നൊരു എൻസൈമാണ്. അപ്പോൾ ഈ എൻസൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു പ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ജീൻ വേണം അല്ലേ. DNA-യിലെ ഒരു ജീനാണ്. അപ്പോൾ ഇങ്ങനെ ചില ആളുകളിൽ ഈ ADA ജീന് ഇനാക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ADA ജീൻ ADA എൻസൈം ഉണ്ടാക്കുന്നില്ല. ഈ അഡിനോസിൻ ഡിഅമിനേസ് എൻസൈം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ വലിയ റോളാണ് വഹിക്കുന്നത്. അതായത് നമ്മുടെ ബോൺ മാരോയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവിടെ ഈ ലിംഫോസൈറ്റ് സെൽസ്, B ലിംഫോസൈറ്റ്സും T ലിംഫോസൈറ്റ്സിനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ചില അൺഫോർച്ചുനേറ്റ് അല്ലെങ്കിൽ വളരെ ഭാഗ്യവാന്മാരായ ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഈ ADA ജീൻ നോൺ ഫങ്ഷണലാണ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ADA എൻസൈം ഉണ്ടാകുന്നില്ല. ADA എൻസൈം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ഈ ലിംഫോസൈറ്റ് സെൽസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ പ്രതിരോധ ശക്തി വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് വളരെ ഒരു പ്രൈമറി ഇമ്മ്യൂൺ ഡിസീസാണിത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശൈശവ ദിശയിൽ തന്നെ ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് 1 വയസ്സിന് മുമ്പ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ ആ ശൈശവത്തിൽ തന്നെ കുഞ്ഞിൻ്റെ മരണം സംഭവിക്കാം. അത്രയ്ക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തു വരുന്നത്. ആദ്യമായിട്ട് നമുക്ക് 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. 1 ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, 2 നമ്മുടെ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറപ്പി, 3 ജീൻ തെറപ്പി. അപ്പോൾ ബോൺ മാരോ തെറപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ നോർമലായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അവരുടെ ബ്ലഡിൽ നിന്ന് സ്റ്റെം സെൽസിനെ കളക്ട് ചെയ്യും. എന്നിട്ട് ഈ സ്റ്റെം സെൽസിനെ ഈ ഡിസീസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലേക്ക് അത് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റെം സെൽസ് നേരെ അവരുടെ ബോൺ മാരോയിൽ ചെന്ന് അവിടെ നിന്നിട്ട് അവ ലിംഫോസൈറ്റ് സെൽസിനെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോൺ മാരോയെ ഈ സെൽസ് ചെന്ന് റീപ്ലേസ് ചെയ്തിട്ട് അതൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ബോൺ മാരോ, അതായത് പ്രവർത്തിക്കാതിരുന്ന ആ ബോൺ മാരോ അല്ലെങ്കിൽ മജ്ജ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല പ്രവർത്തനക്ഷമമായിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ERT അഥവാ എൻസൈം റീപ്ലേസ്മെന്റ് തെറപ്പി. അതായത് ഈ ശരീരത്തിലെ എൻസൈം അല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എൻസൈമിനെ റീപ്ലേസ് ചെയ്യുക, അവിടെ കൊടുക്കുക. അപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റും? സാധാരണ രീതിയിൽ IV ഫ്ലൂയിഡ് വഴിയാണ് എൻസൈം ശരീരത്തിലോട്ട് കടത്തുന്നത്. അപ്പോൾ അവർക്ക് ആ എൻസൈം ലഭിക്കുകയും താൽക്കാലികമായെങ്കിലും അവരുടെ ശരീരം ആ എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ ആ ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് രണ്ടും നമുക്ക് വളരെ കൺവെൻഷണൽ ആയിട്ട് അല്ലെങ്കിൽ പണ്ട് തൊട്ടേ നമ്മൾ ഈ ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്തു വരുന്ന പ്രൊസീജിയേഴ്സാണ്. ഇത് ഒത്തിരി
നമുക്കൊരു ലോങ് ടേം അഥവാ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. കാരണം എന്തെന്നാൽ ഇവ രണ്ടും വളരെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമുക്കറിയാം. അതേസമയം എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം ശരീരത്തിൽ എൻസൈം ഉണ്ടാകുന്നില്ല, അപ്പോൾ എൻസൈം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് രണ്ടും ഒരു പെർമനൻറ്റ് ക്യൂർ അല്ലാത്തത് കൊണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ബയോടെക്നോളജിസ്റ്റ് ഇതിനെന്ത് നമുക്ക് ബയോടെക്നോളജി വഴി ചെയ്യാമെന്ന്, അല്ലെങ്കിൽ നമുക്ക് ആ ജനിതക ഘടന മാറ്റം വരുത്തിയിട്ട് എന്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു ചികിത്സാ രീതി കൊണ്ടുവരാമെന്നവർ ആലോചിച്ചു. അപ്പോൾ ഈ ജീൻ തെറപ്പി ആദ്യമായിട്ട് പരീക്ഷിച്ചത് 1990-ലാണ്. ഒരു 4 വയസ്സുള്ള കുട്ടിയിലാണ് ഇത് ചെയ്തത്. ഈ കുട്ടിക്ക് ADA ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതാണ് ആ കുഞ്ഞെങ്കിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് അവരുടെ ലിംഫോസൈറ്റ് സെൽസിനെ പുറത്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ ലിംഫോസൈറ്റ് സെൽസിലല്ലേ നമുക്ക് ഈ ജീൻ ഇല്ലാത്ത DNA ഉള്ളത്. അപ്പോൾ ആ DNA അവർ പുറത്തെടുത്തു. എന്നിട്ട് ആ DNAയിലോട്ട് ADAയുടെ ജീൻ അവർ ആഡ് ചെയ്ത് കൊടുത്തു. പുതിയ DNAയിൽ എന്തുണ്ട്? ഈ ADA ജീനുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഫങ്ഷണലാണ്. എന്നിട്ട് ഇതിനെ അവർ തിരിച്ച് ആ ലിംഫോസൈറ്റിലേക്ക് കൊടുക്കുകയും ആ ലിംഫോസൈറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തിരിച്ച് കുട്ടിയുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം ആ കുട്ടിക്ക് ആ ലിംഫോസൈറ്റ്സിൽ ADA ജീൻ ഉള്ളത് കൊണ്ട് തന്നെ ADA എൻസൈം ഉണ്ടാക്കി അത് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇവിടെ അതൊരു പെർമനൻറ്റ് ക്യൂർ അല്ല. കാരണം ലിംഫോസൈറ്റ് സെൽസ് കുറച്ച് നാൾ കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ പുതിയ ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ലിംഫോസൈറ്റിൽ എന്തില്ല? ADA ജീനില്ല അല്ലേ. അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യണം? ഇങ്ങനെ പുതിയ ലിംഫോസൈറ്റ് ഇൻഫ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഓൾറെഡി അവർ എടുത്തിരിക്കുന്ന ഈ ലിംഫോസൈറ്റ്സ് അവർ ഒത്തിരി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ബാങ്ക് ഉണ്ടാക്കി വെക്കും. അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് ആവശ്യത്തിന് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് അവർ ചെയ്തതെന്ന് നോക്കാം. നമുക്ക് എപ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു കുട്ടിയുടെ ശരീരം എന്ന് പറയുമ്പോൾ ആനിമൽ സെല്ലല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ജീനിനെ കൊടുക്കണമെങ്കിൽ ഏതാണ് അതിൻ്റെ വെക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചു. ഏതാണ്? റിട്രോ വൈറസ് അല്ലേ. അപ്പോൾ റിട്രോ വൈറസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? റിട്രോ വൈറസ് നമ്മുടെ ഒരു സെല്ലിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനൊരു പ്രോട്ടീൻ കോട്ടും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലും മാത്രമേ ഉള്ളൂ. അപ്പോൾ റിട്രോ വൈറസിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. അപ്പോൾ ഈ വൈറസിൻ്റെ കോട്ട് വെളിയിലിരിക്കും, ഈ RNA അകത്ത് വന്നു കഴിഞ്ഞു. ഈ RNA ഇനി എന്ത് ചെയ്യണം? ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഹോസ്റ്റിൻ്റെ ജീനോമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അതിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഈ RNAക്ക് DNAയിൽ ചേർന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. DNAയുടെ കൂടെ DNA പീസ് തന്നെ വരണ്ടേ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ RNA എന്തായിട്ട് മാറണം? DNA ആയിട്ട് മാറണം അല്ലേ. അപ്പോൾ ആദ്യം ഈ RNA DNA ആയിട്ട് മാറും. നമ്മൾ ഓൾറെഡി സെൻട്രൽ ഡോക്ടറിൽ പഠിച്ചു, ജീൻ എക്സ്പ്രഷൻ്റെ സമയത്ത് DNAയിൽ നിന്ന് RNA ഉണ്ടാകുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. പക്ഷേ ഇവിടെ അതിൻ്റെ റിവേഴ്സാണ് സംഭവിക്കുന്നത്. RNAയിൽ നിന്ന് DNA ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, അതായത് തിരിഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ്റെ തിരിഞ്ഞു വരുന്ന പോലെ അല്ലേ. അപ്പോൾ അതിന് ഒരു എൻസൈം വേണം. അതിൻ്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. അപ്പോൾ ഈ എൻസൈം എവിടെയുണ്ട്? അത് ഈ വൈറസ് കൊണ്ടുവരും. കാരണം അതിൻ്റെ ആവശ്യമല്ലേ അതിന് DNAയിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള എൻസൈമും ഇതിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ആ കൊണ്ടുവന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉപയോഗിച്ച് ആദ്യം അത് തൻ്റെ RNA എന്താക്കി മാറ്റും? DNA ആയിട്ട് മാറ്റും. എന്നിട്ട് ആ DNA ചെന്നിട്ട് ഈ ഹോസ്റ്റിൻ്റെ DNA കട്ട് ചെയ്ത് അതിൽ ഇൻകോർപ്പറേറ്റ് ആവും. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കയ്യിൽ വേറൊരു എൻസൈം ഉണ്ട്. അതിൻ്റെ പേരാണ് ഇൻ്റഗ്രേസ് എൻസൈം. അപ്പോൾ ഇൻ്റഗ്രേസ് എൻസൈം ഉപയോഗിച്ച് അത് ഇൻ്റഗ്രേറ്റഡ് ആവുകയാണ്. ഇനി എന്ത് ചെയ്യും? ഇത് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഇവിടെ ഈ DNA എന്ന് പറയുന്നത് RNAയിൽ നിന്നുണ്ടായ ഒരു DNA ആണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന RNAയുടെ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടാകുന്ന DNA ആണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് cDNA അഥവാ കോംപ്ലിമെൻ്ററി DNA. അപ്പോൾ ഇനി അത് വൈറസ് ഇതിനകത്ത് ഈ DNAയോടൊപ്പം വൈറൽ DNA മൾട്ടിപ്ലൈ ചെയ്യും. അത് കുറേ ആയി കഴിയുമ്പോൾ ആ വൈറൽ DNA വീണ്ടും അത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന RNA ആയിട്ട് ഓരോ RNAയും അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കി ഓരോ വൈറസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ തൽക്കാലം ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റ് സെല്ല് ഒരു വൈറൽ ഫാക്ടറി പോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. ഇനി ഇത് വൈറസിൻ്റെ ഫംഗ്ഷനാണ്. നമുക്ക് ആദ്യം വൈറസിലോട്ട് ഇപ്പോൾ എന്ത് കൊടുക്കണം? ഇത് നോർമൽ ഒരു ഇൻഫെക്ഷൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ ADA ജീൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ADA ജീൻ നമ്മൾ ഒരു ഹെൽത്തി ഡോണറിൽ നിന്ന് ആ ജീനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അത് നമ്മൾ വൈറസിന് കൊടുത്താലല്ലേ വൈറസ് കൊണ്ട് നമുക്ക് വേണ്ട ലിംഫോസൈറ്റിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് വൈറസിന് DNA കൊടുത്താൽ അത് എടുക്കുമോ? ഇല്ല. കാരണം വൈറസ് എന്താണ്? RNA അല്ലേ. അപ്പം നമ്മൾ അവിടെ വീണ്ടും ഒരു DNA നമ്മുടെ ഹെൽത്തി ഡോണറിൽ നിന്ന് എടുത്തിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വഴി RNA ആക്കിയിട്ട് ആ RNA ആണ് എന്ത് ചെയ്യുന്നത്? ഈ വൈറസിൽ കൊടുക്കുന്നത്. ആ വൈറസ് തിരിച്ച് ആ ഇൻഫെക്ഷൻ ചെയ്യുന്ന സെല്ലിൽ ചെന്നിട്ട്, അതായത് നമ്മുടെ ടാർഗറ്റ് സെല്ലിൽ ചെന്നിട്ട് അവിടെ കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കിയിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് ജീൻ തെറപ്പിയുടെ മെക്കാനിസം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാധാരണയായി ലഭിക്കുന്ന ഒരു ചോദ്യം, എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഈസ് ഇറ്റ് പെർമനൻറ്റ് ഓർ ഹൗ ക്യാൻ ഇറ്റ് ബി പെർമനൻറ്റ്? അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 4 വയസ്സുള്ള കുട്ടികൾ ചെയ്തതും അല്ലെങ്കിൽ നമുക്കിപ്പം ജനിച്ച കുട്ടികൾ ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു മെത്തേഡ് നമുക്ക് പറ്റുള്ളൂ. കുറച്ച് ലിംഫോസൈറ്റ് എടുക്കുക, അതിനെ ഇതുപോലെ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക, എന്നിട്ട് ആവശ്യത്തിന് ഈ കുട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് എംബ്രിയോ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ഒരു അസുഖം ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ ഒരു ലിംഫോസൈറ്റ് സെൽസിനെ നമുക്ക് ഈ ജീൻ കൊടുത്ത് അപ്പോൾ തന്നെ ഇത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എംബ്രിയോ മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാ സെൽസിലും ഇത് ഉണ്ടാവുകയും പിന്നീട് ആ കുട്ടിയുടെ ശരീരത്തിൽ ഇതിനൊരു ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. കാരണം ഇത് എംബ്രിയോ സ്റ്റേജിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എല്ലാ സെൽസിനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ ജീൻ തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പരിഹാര മാർഗം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകും. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഏത് ലെസൻ്റെ ആണ് കാണേണ്ടതെങ്കിൽ അത് നിങ്ങൾ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ചാപ്റ്റർ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാർട്ടാണ് കാണേണ്ടതെങ്കിൽ ആ പാർട്ട് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. പ്ലേലിസ്റ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഹാപ്പി ലേണിംഗ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.